ഏരൂർ നെട്ടയം 21-ാം വാർഡിൽ നിന്നും മത്സരിച്ച UDF സ്ഥാനാർത്ഥി എസ് സിന്ധുവിന് കെട്ടിവെച്ച കാശ് പോയി. ഇതോടെ കോൺഗ്രസ് നേതാക്കളെ ഫേസ്ബുക്കിലൂടെ ചീത്ത വിളിച്ച് സ്ഥാനാർത്ഥി രംഗത്ത്. ചാണകത്തിൽ മുക്കിയ കുറ്റിച്ചൂലുണ്ടെന്ന് ഓർമ്മ വേണം, എന്റെ 4 വേലിക്കകത്ത് കയറരുത്, സിന്ധു പറയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സിന്ധുവിന് ആകെ 60 വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാക്കൾ വോട്ട് മറിച്ചെന്നാണ് സിന്ധുവിന്റെ ആരോപണം. 652 വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥിയായ ഉണ്ണിമായയാണ് ഇവിടെ വിജയിച്ചത്. അതേസമയം LDF സ്ഥാനാർത്ഥി 503 വോട്ടും നേടി. കഴിഞ്ഞ തവണ നെട്ടയം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നെട്ടയം സുജിക്ക് 287 വോട്ട് ലഭിച്ചിരുന്നു. ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 204 വോട്ടും ലഭിച്ചു. തനിക്ക് 60 വോട്ട് മാത്രം ലഭിച്ചപ്പോൾ ബാക്കി വോട്ട് ആർക്കു മറിച്ചുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനോട് സിന്ധുവിന്റെ ചോദ്യം. ഫേസ്ബുക്കിൽ വൈറലായ ആ പോസ്റ്റിലേക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇൻബോക്സിൽ ഒരുപാട് പേര് ജയിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പല ഭാഗത്തുനിന്നും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ വോട്ട് നിലവാരം കൂടിയിട്ടുണ്ട്. ബ്ലോക്കിലേക്ക് 424, ജില്ലയിലേക്ക് 302, വാർഡിലേക്ക് 60. ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥി ഈ വാർഡിലെ തന്നെയാണ്. ജില്ലയിലെ സ്ഥാനാർത്ഥി ഈ വാർഡിലേക്കുമല്ല, ഈ വാർഡ് അവർ കണ്ടിട്ട് കൂടിയില്ല. സ്വീകരണ പരിപാടിക്ക് വന്നപ്പോൾ മാത്രമാണ് അവർ ഈ വാർഡ് കണ്ടുപോയത്. അവരുടെ വോട്ടാണ് 302. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് കിട്ടിയതാണ് 60 വോട്ട്. ഈ വാർഡിലുള്ളവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. ഈ 60 വോട്ട് പാർട്ടിയുടെ വോട്ടല്ല, എന്നോട് സ്നേഹമുള്ളവർ എനിക്ക് തന്ന വോട്ടാണ് 60 വോട്ട്. ഈ ബാക്കി വോട്ട് എവിടെ പോയി? 240-250 വോട്ട് ഇവിടുത്തെ പാർട്ടി വോട്ട് സ്ഥിരമുള്ള വോട്ടാണ്. അതെവിടെ പോയി? എടാ, തൻ്റെ വഴി വെച്ച് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പരനാറി ചെറ്റകളെ, നിനക്കൊക്കെ അത് വോട്ട് ആയിരുന്നെങ്കിൽ മറിച്ചോ. എന്നെ കൊണ്ട് ആ പത്രിക പിൻവലിപ്പിച്ചാൽ പോരായിരുന്നോ? എന്തോസായിട്ട് ഞാൻ മാറിത്തന്നേനല്ലേ? നിനക്കൊക്കെ എന്തോ എൻ്റെ സോക്കേടായിരുന്നു എന്നെ നിർത്തി നാറ്റണമെന്ന്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഞാനിവിടെ അറിഞ്ഞുകൊണ്ടാണോ ഈ പണി ചെയ്തതെന്ന് മറ്റുള്ളവർ ചോദിക്കാനുള്ള ഇടം നീയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു. കാരണം ഞാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടോ ഞാൻ പിണങ്ങി CPM-മാരായിട്ട് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. എന്ന് വെച്ച് അത് ഇത്രയും വലിയൊരു ചെറ്റത്തരം എന്നെ കൊണ്ട് കാണിക്കാനുള്ളതൊന്നും ഞാൻ അവരെന്നോട് ചെയ്തിട്ടില്ല. വഴക്കിടും, കാര്യമൊക്കെ ശരിയാണ്. ബാക്കി ഒരു പാർട്ടിക്കാരുമായിട്ടും ഒരു വ്യക്തികളുമായിട്ടോ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിരുന്നു. ഇപ്പം അവർ തന്നെ എന്നോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, വോട്ട് മറിക്കാനാണോ നിന്നേന്ന്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തിരുന്നോ? മേലാൽ ഇനി UDF എന്നും പറഞ്ഞ് എൻ്റെ 4 വേലി കയറിയ ഈ ചാണകത്തിമിക്ക് കുറ്റിച്ചൂലുണ്ടല്ലോ, അതെടുത്ത് ഞാൻ അടിച്ച് ഞാൻ ഇറക്കും. മേലാൽ എൻ്റെ പരിസരത്ത് കണ്ടേക്കരുത്. കണ്ടിട്ടില്ല, പക്ഷെ ഇത് എന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട്. ആള് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് നിന്നൊക്കെ കൂടെ ഞാൻ ഇത് പറയേണ്ടി വന്നത്. വിളിക്കട്ടെ, കൊടുക്കാം. ഇനി പാർട്ടി ഓഫീസിൽ ചെന്ന് ഞാൻ കൊടുക്കും. റിപ്പോർട്ടർ സജി അഞ്ചൽ.